ലെച്ചൂസ് എഡ്യൂടിപ്സ് 2.0. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂടിപ്സ് 2.0യിലേക്ക് സ്വാഗതം. 7 o'clock ആയി. എല്ലാവരും ക്ലാസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. അല്പം ഒന്ന് നിരാശപ്പെടുത്തിക്കൂട്ടെ, ഇന്ന് ക്ലാസ് അല്ല. എന്നാൽ നിങ്ങൾ ഈ എക്സാമിനേഷന് പോകുന്നതിന് മുൻപ് അത് ഏത് എക്സാമും ആയിക്കൊള്ളട്ടെ, വരാൻ പോകുന്ന ഏത് എക്സാമിനേഷനും ആയിക്കൊള്ളട്ടെ, അതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് അതാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. എന്താണെന്നല്ലേ? നെഗറ്റീവ് മാർക്ക് എങ്ങനെ ഒഴിവാക്കാം, അതാണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. പലരും കമന്റ് സെഷനിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നെഗറ്റീവ് അടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കറക്കി കുത്താതിരിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ PSCയുടെ നെഗറ്റീവ് മാർക്കിംഗ് സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ എൻ്റെ മുന്നിലിരിക്കുന്നതിൽ ഒരു 70% ആൾക്കാർക്കും ഇത് അറിയാവുന്നതായിരിക്കാം. 30% പേരിൽ 20% പേർക്ക് എന്തെങ്കിലുമൊക്കെ ധാരണ ഇതേക്കുറിച്ച് ഉണ്ടാവാം. 10% പേര് ആദ്യമായിട്ട് എക്സാമിന് എഴുതാൻ പോകുന്നവരായിരിക്കാം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരുത്താലോ എന്ന് വിചാരിച്ചാണ് ഈ ഒരു ഭാഗത്തേക്ക് കിടക്കുന്നത്. നമുക്കറിയാം, PSC നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷന് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ കാണും? 100 ക്വസ്റ്റ്യൻസ് കാണും. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ച് 100 ക്വസ്റ്റ്യൻ നമുക്ക് എത്ര വന്നു? 100 മാർക്ക്. ഇങ്ങനെയാണല്ലോ നമ്മുടെ ഒരു മാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു ശരി ഉത്തരത്തിന് 1 മാർക്ക്, ഒരു തെറ്റുത്തരത്തിന് എത്ര മാർക്ക് നഷ്ടപ്പെടും? ഒരു ശരി ഉത്തരത്തിന് നമുക്ക് 1 മാർക്ക് കിട്ടും. എന്നാൽ ഒരു തെറ്റുത്തരവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് 1.3 മാർക്കായിരിക്കും, അല്ലെങ്കിൽ 0.33 എന്നുള്ള രീതിയിലായിരിക്കും നമ്മളുടെ മാർക്ക് നഷ്ടപ്പെടുന്നത്. പിടികിട്ടിയോ? ഇനി നമ്മളിപ്പം PSC എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ 100ൽ 88 എണ്ണം ശരിയാക്കി എന്നിരിക്കട്ടെ. നിങ്ങൾ 100 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 88 എണ്ണം ശരിയാക്കി. അതായത് നിങ്ങൾ 100 അറ്റൻഡ് ചെയ്തു, 100 ക്വസ്റ്റ്യനുള്ളിൽ 100 നിങ്ങൾ അറ്റൻഡ് ചെയ്തു. അതിൽ 88 എണ്ണം ശരി ഉത്തരമാണ്. 88 ശരി ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുത്തരം എത്രയുണ്ട്? 12 തെറ്റുത്തരം വരും. അപ്പൊ ഈ തെറ്റുത്തരത്തിന്റെ 1/3 ആണ് എടുക്കുന്നത്. ഇതിന്റെ 1/3 എടുത്താൽ നമുക്കറിയാം 4 വരുന്നത്. 12ന്റെ 1/3 4. അപ്പം ഈ 4 മാർക്ക് ശരിയായ ഉത്തരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ശരിക്ക് നമുക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് ഈ 4 മാർക്ക് കുറയും. അപ്പൊ 84 ഇതായിരിക്കും നിങ്ങൾക്ക് 88 ക്വസ്റ്റ്യൻ. നിങ്ങൾ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, അതിൽ നിങ്ങൾക്ക് തെറ്റിയത് 12 ആണ്. 12 മാർക്കല്ല നഷ്ടപ്പെടുന്നത്, 12ന്റെ 1/3 ആണ് നഷ്ടപ്പെടുന്നത്. ഇപ്പൊ 88 4 പോയി കഴിഞ്ഞാൽ 84 മാർക്കായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇനി ഒന്നുകൂടി, ഇപ്പൊ ഇവിടെ നമുക്കിപ്പോ 88 4 വലിയൊരു വ്യത്യാസം തോന്നിയില്ല എന്ന് വേണേൽ പറയാം. അതല്ല എങ്കിൽ നിങ്ങൾ 100ൽ 70 എണ്ണം ശരിയാക്കിയെന്നിരിക്കട്ടെ. 70 എണ്ണം ശരിയാക്കി എന്ന് പറഞ്ഞാൽ 30 എണ്ണം എന്ത് പറ്റി? തെറ്റിപ്പോയി. അപ്പം 30ന്റെ 1/3 എടുത്തു. അപ്പൊ എത്ര വന്നു? 10 വന്നല്ലേ? അപ്പൊ 70ൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 60. അങ്ങനെ വരുമ്പോൾ 60 ആയിരിക്കും നിങ്ങളുടെ മാർക്ക്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1.33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് റാങ്ക് പിന്നിലേക്കായിരിക്കും വരുന്നത്. സോ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു പരിധി വരെയൊക്കെ നിങ്ങൾക്ക് ആ നെഗറ്റീവ് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ടെൻഡൻസി അങ്ങ് ഒഴിവാക്കി കിട്ടും. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഒത്തിരിയും വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, വ്യക്തമായിട്ട് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം ആദ്യം നമ്മൾ എക്സാം ഹോളിലേക്ക് കടക്കുവാണേ. നമുക്ക് ക്രമേണ അങ്ങ് വരാം. നമ്മൾ എക്സാം ഹോളിലേക്ക് കടക്കുന്നതിന് മുമ്പും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എക്സാമിനേഷൻ്റെ ടൈമിന് അരമണിക്കൂർ മുന്നേ അവിടെ എത്തിയിരിക്കണം എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു ടെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ മുന്നേ എങ്കിലും നിങ്ങൾ അവിടെ എത്തുക. അല്ലെങ്കിൽ നമ്മൾക്ക് അത്രയും അറിയാവുന്ന സ്കൂളോ, അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയും മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തും എന്ന് പൂർണ്ണ ധാരണയുള്ള ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. മിക്കവാറും പല എക്സാമിനേഷൻ സെൻറ്ററെല്ലാം നമുക്ക് അത്ര പരിചിതമാവണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു 1 hour മുന്നേ അവിടെ എത്തുന്ന രീതിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഇറങ്ങുന്ന സമയത്ത് തന്നെ ഹാൾ ടിക്കറ്റ്, നിങ്ങൾക്ക് വേണ്ട പെൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടോ, ആ പെൻ എല്ലാം ഗുഡ് കണ്ടീഷനാണോ എന്നെല്ലാം നോക്കിയിട്ട് വേണേ പോവാനായിട്ട്. അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യുക.
സ്വസ്ഥമായിട്ടിരിക്കുക, വേണമെങ്കിൽ ഒരു ചോക്ലേറ്റ് കഴിക്കുക, കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷം എക്സാം ഹോളിലേക്ക് കയറുക. ഇൻവിജിലേറ്റർ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ പാലിക്കാനായിട്ട് ശ്രമിക്കുക. പുതിയതായിട്ട് എഴുതാൻ പോകുന്നവരിലേക്കാണ് പറയുന്നത്. നമ്മളത് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്നൊരു കോളവും ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്. പലരും അവർക്കുണ്ടാകുന്ന ആ ഒരു സമയത്തെ ടെൻഷൻ കാരണം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒക്കെ എഴുതും. പിന്നെ അത് കഴിഞ്ഞ് വിളിക്കുന്നു, ചുരണ്ടുന്നു, അങ്ങനത്തെ കലാപരിപാടികളൊക്കെ അവിടെ നടക്കും. അപ്പം തന്നെ എന്തു പറ്റും? മനസ്സിൻ്റെ താളം ഒന്ന് ചെറുതായിട്ട് തെറ്റും. അയ്യോ, OMR പേപ്പറിൽ ഞാൻ അങ്ങനെ കാണിച്ചല്ലോ, ഷീറ്റിൽ അങ്ങനെ വന്നല്ലോ എന്നുള്ളൊരു ടെൻഷൻ അപ്പോഴേ മനസ്സിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കലാപരിപാടിക്കൊന്നും പോകാതെ മനസ്സിനെ വളരെ ശാന്തമാക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ വന്നിട്ടുള്ള ആ ഒരു ഇൻവിജിലേറ്ററോട് കാര്യം തുറന്ന് പറഞ്ഞ് അവരുടെ സപ്പോർട്ടും കൂടി നേടി അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുതിയ കുട്ടികളാണ്, അങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞ് ടിങ് ബെല്ലടിക്കും അല്ലേ? ബെല്ലടിച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുവാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേകത കാണുന്നതെന്ന് പറഞ്ഞാൽ, പലരിലും കാണുന്ന ഒരു പ്രത്യേകത, ആ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് അറിയാനുള്ളൊരു വ്യഗ്രതയാണ്. സീൽ ചെയ്താ തരുന്നത്. സീല് പൊട്ടിക്കരുതെന്നൊക്കെ അവിടെ എഴുതി വെക്കും, അല്ലെങ്കിൽ ഇൻവിജിലേറ്റർ പറയും. എന്നാലും നമുക്കങ്ങനെയാണല്ലോ, എല്ലാ ആകാംക്ഷയാണല്ലോ, ആങ്സൈറ്റിയുടെ ആൾക്കാരാണല്ലോ. ഉടനെ പതുക്കെ എന്ത് ചെയ്യും? ഓരോ പേജായിട്ട് പതുക്കെ പൊക്കി നോക്കും. പൊക്കി നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ പതുക്കെ സീല് ആരും കാണാതെ പൊട്ടിക്കും. ഇൻവിജിലേറ്റർ വരുമ്പോൾ സീലിനെ പതുക്കെ മെല്ലെ അടച്ചു വെക്കും. ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ നടത്തും. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ നോക്കും. എന്ത് പറയാനാ, കഷ്ടകാലത്തിനായിരിക്കും അറിയത്തില്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് കാണുന്നത്. അതായത് ഇങ്ങനെ പൊക്കി ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് കാണുന്നത്. അതോടെ ധിം എല്ലാം പോയി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതുപോലത്തെ നാടകങ്ങൾക്കൊന്നും മുതിരാതിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് ബെല്ലടിക്കുന്ന സമയത്ത് പൊട്ടിക്കാൻ പറയുന്ന സമയത്ത് പൊട്ടിച്ചാൽ മതി. അപ്പം ആ ഒരു കാര്യം അവിടെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ബെല്ലെല്ലാം അടിച്ചു, കറക്റ്റ് സമയത്ത് നമുക്ക് എഴുതാനുള്ള ടൈം വന്നു. ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേ ഫസ്റ്റ് പേജ് നോക്കുന്നു, സെക്കൻഡ് പേജ് നോക്കുന്നു, തേർഡ് പേജ്, നമ്മൾ ആ മൊത്തം ഒന്ന് പെട്ടെന്നൊന്ന് നോക്കിയേക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? അതിൽ ടിക്ക് ചെയ്യലെന്നൊക്കെ പറയും, എന്നാലും നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് പതുക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേച്ച് ആ ക്വസ്റ്റ്യനിൽ ചുമ്മാ ചെറുതായിട്ട് ഒന്ന് പെൻ വെച്ചത് ഇങ്ങനെ ഒരു ചെറിയ 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 ടിക്കുകൾ കൊടുത്തിരിക്കുക. ഇനി ചില സാധനങ്ങൾ നമുക്ക് 50-50 ചാൻസ് അവിടെ ഉള്ളതുകൊണ്ടായിരിക്കും, നമുക്ക് ഒട്ടും അറിയത്തില്ലാത്തതുണ്ടായിരിക്കും. ഇത് ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ എന്നൊരു ഓർമ്മയുണ്ട്, പക്ഷെ ആൻസർ ക്ലിയർ ആയിട്ട് കിട്ടാത്തതുണ്ടായിരിക്കും. ഇങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ടാവും. അപ്പം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതിനെയാണ് നമ്മൾ ടിക്ക് ചെയ്തത്. ആ ടിക്ക് ചെയ്ത ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും വരിക. ഒരു പക്ഷേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്ന രണ്ടാമത്തെ അറിയായിരിക്കാം, മൂന്നാമത്തെ അറിയായിരിക്കും, നാലാമത്തെ അറിയായിരിക്കും, അഞ്ചാമത്തെ അറിയാം, ആറാമത്തെ അത്ര ധാരണയില്ല, 50-50 ആണ്. 7 അറിയാം, 8 അറിയാം, 9 അറിയാം, 10 ചിലപ്പോൾ അറിയത്തേ ഇല്ലായിരിക്കും. ഓക്കെ, ഇപ്പം ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ നമുക്ക് 50-50 ചാൻസ് ഉള്ളതിന് വേണമെങ്കിൽ പെട്ടെന്ന് ഒരു റൗണ്ട് അങ്ങ് ചെയ്ത് വെച്ചേക്കുക. അറിയത്തില്ലാത്തതിനെ വെറുതെ അങ്ങ് വിട്ടേക്കുക, അത് പിന്നെ നോക്കാം. എന്നിട്ട് ഈ നന്നായിട്ട് അറിയാവുന്ന രണ്ടാമത്തെയാണല്ലോ, ഇനി ചെയ്യാൻ പോകുന്ന അബദ്ധം ബബിൾ ചെയ്യുമ്പോഴാണ്. അവിടെ ചെയ്യേണ്ടതെന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ബബിൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ ഒന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു അല്ലെ, ഒന്നാമത്തെ നമുക്ക് അറിയത്തേ ഇല്ല, നമ്മൾ വിട്ടു. രണ്ടാമത്തെ നന്നായിട്ട് അറിയാം. അപ്പോൾ OMR എടുത്തിട്ട് ആ രണ്ടിന് നേരെ പതുക്കെ നമ്മുടെ വിരൽ ഒന്നങ്ങ് കൊണ്ടുപോവുക. ഓക്കെ, കാരണം ഒന്നിലേക്ക് കയറി അബദ്ധം കാണിക്കാതിരിക്കാനാ. മനസ്സിൽ ഓർത്തോണം, എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ അത് രണ്ടാ ചെയ്യാൻ പോകാന്നുള്ള ബോധം മനസ്സിലുണ്ടായിരിക്കണം. എന്നിട്ട് ആ രണ്ടിന് നേരെ പോവുക. ഓപ്ഷൻ ചിലപ്പോൾ B ആയിരിക്കും റൈറ്റ്. ആ Bയിൽ പതുക്കെ ആ പെൻ വെച്ചൊരു കുഞ്ഞു ടിക്കോ അല്ലെങ്കിൽ ഒരു കുത്തോ കൊടുത്തിട്ടേക്കുക. എന്നിട്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യുക? അതിനെ ഒന്ന് വൃത്തിയായിട്ട് ഇതുപോലെ ഒന്ന് ബബിൾ ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ ബബിൾ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഓപ്ഷൻ B ആണ്, ആ B ഫുൾ കവർ ചെയ്ത് തന്നെ നിൽക്കണം. അതിൻ്റെ വെളിയിലേക്കൊന്നും സ്പ്രെഡാക്കി Cയിലേക്കോ Aയിലേക്കോ ഒന്നും പോകണ്ട. ആ B നല്ല വൃത്തിയായിട്ടൊന്ന് ബബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ അറിയാവുന്നതിന്റെ ആൻസർ ഈ ക്വസ്റ്റ്യൻ നമ്പർ തെറ്റാതിരിക്കാനാണ് പറഞ്ഞത്. പതുക്കെ ഒന്ന് വിരൽ കൊണ്ട് പോയി അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയില്ല. ചിലർക്ക് സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? രണ്ടാമത്തെ ഉത്തരമാണല്ലോ അറിയാവുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഉത്തരം ഇങ്ങനെ ഈ വിരലും കൊണ്ട് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ശ്രദ്ധിച്ചില്ലെങ്കിൽ, എക്സ്പേർട്സിന് കുഴപ്പമില്ല, അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്, പെട്ടെന്ന് പോയിട്ട് ചിലപ്പോൾ മൂന്നാമത്തെ ബീക്കിട്ടായിരിക്കും പോയി കുത്തുന്നത്. പോയോ കയ്യിൽ നിന്ന്? അപ്പോൾ മൂന്നാമത്തെ ബീക്കിട്ട് കുത്തിയപ്പോൾ 3ഉം തെറ്റി, 2ഉം തെറ്റി. അപ്പം മാർക്ക് പോകുന്ന കണ്ടോ? അപ്പോൾ ഈ ബബിൾ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം ഇവിടെ ഇപ്പം പറഞ്ഞവ 2 കാര്യങ്ങളാണ്. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അറിയാൻ മേലാത്തതിരുന്ന് ആലോചിച്ച് അറിയാവുന്നതും കൂടി എഴുതാനുള്ള സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തത്തില്ല. അതായത് ലാസ്റ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് 15 മിനിറ്റ് വരെയൊക്കെ സേവ് ചെയ്യാനുള്ള ടൈം കിട്ടിയേക്കാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ ചിലരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് ഭയങ്കര ഈസി ആയിട്ടുള്ളവരായിരിക്കും. മാത്സിൽ വലിയ മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ കാണും. അപ്പോൾ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് മാത്സ് ചെയ്തേക്കാന്ന് ഓർത്ത് അവർ മാത്സ് ചെയ്യാൻ പോകും. മാത്സിനെ സംബന്ധിച്ച് മിക്കവാറും ആൻസർ കീകളിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഉത്തരം മിസ്റ്റേക്ക് ഒക്കെ വന്നേക്കാം ഓപ്ഷനകത്ത്. അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഒരു നമ്പർ സീരീസ് ആണ് തരുന്നത്. ഏറ്റവും സിമ്പിളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 3, 5 ഇത് വിട്ടു, എന്നിട്ട് 9 എന്നായിരിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. ഇങ്ങനെ നമ്പർ സീരീസ് തന്നു. ഇപ്പം ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ചിലപ്പോൾ ഉള്ളത് 6 ഉണ്ടാവാം, 11 ഉണ്ടാവാം, പിന്നെ എന്താ പറയുക 4 വന്നേക്കാം, ഇങ്ങനെ എന്തെങ്കിലും, പിന്നെ ഒരു 10 തന്നേക്കാം. അപ്പം നമുക്കറിയാം ഇവിടെ എന്താ വരേണ്ടത്, 7 ആണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇതിൽ 7 ഇല്ല എന്നും പറഞ്ഞ് നമ്മൾ പിന്നെ അടുത്ത എന്താ പരിപാടി, ഇത് ഏതെങ്കിലും ഇവിടെ ഉത്തരമായിട്ട് വരുമോ എന്നുള്ള ആലോചനയിൽ അങ്ങിരുന്നിരുന്നിരുന്നിരുന്ന് ചെയ്യും, അവിടെ സമയം നശിപ്പിക്കും. അത് എത്ര മിടുക്കന്മാർക്കും പറ്റുന്നതാണ്, മിടുക്കികൾക്കും പറ്റുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. ഇത് PSCയുടെ എക്സാമാണ്. മിക്കവാറും ഓപ്ഷൻസിനകത്തൊക്കെ കറക്റ്റ് ഉത്തരം ഉണ്ടാവാറില്ല. ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുമ്പോഴേ നിങ്ങൾക്കറിയാം 1, 3, 5 കഴിഞ്ഞാൽ 7 ആണ്. അതിവിടെ ഇല്ലെങ്കിൽ എന്താണ്, PSC അത് ക്യാൻസൽ ചെയ്തോളും, അതിനെ അങ്ങ് വിടുക കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. അത് കൂടുതലും മാത്സിനൊക്കെയാണ് വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ചില കാര്യങ്ങളൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടും. അതാണ് ഇംഗ്ലീഷിനും അതെ മലയാളത്തിനും ആ ഒരു വലിയ ഗുണം നമുക്ക് കിട്ടാറുണ്ട്. ഇംഗ്ലീഷും മലയാളവും എല്ലാം നമുക്ക് പ്രത്യേകിച്ചും ഈ 2 സബ്ജക്റ്റിനാണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഇപ്പം ഇംഗ്ലീഷ് ആയിക്കൊള്ളട്ടെ മലയാളം ആയിക്കൊള്ളട്ടെ, ഇതിനകത്ത് ഗ്രാമർ പാർട്ടിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ചില വേർഡ്സ് മാറ്റി തന്നേ ഉള്ളൂ. സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, സ്ട്രക്ചർ സെയിം ആയിരിക്കും. ഇപ്പോൾ ഒരു സ്ഥലത്ത് ചിലപ്പം ഗീത എന്നാണെന്നുണ്ടെങ്കിൽ മറ്റേതിനകത്ത് ചിലപ്പോൾ രാഹുൽ എന്നായിരിക്കും തരുന്നത്. അപ്പോൾ അതനുസരിച്ച് പ്രൊനൗണിനകത്ത് മാറ്റം വരുത്തും. ഇതുപോലത്തെ കാര്യങ്ങളെ വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൊക്കാബുലറി പാർട്ട് ഉണ്ട്. അത് മലയാളത്തിനും അതെ ഇംഗ്ലീഷിനും അതെ അത് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഇഡിയംസ് അല്ലേ, അതുപോലെ തന്നെ ഫോറിൻ വേർഡ്സ്, ദെൻ പ്രോവർബ്, നമ്മുടെ ഫ്രൈസൽ വെർബ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ്സ് എഴുതാനായിട്ട് നമ്മളോട് പറയാറുണ്ട് അല്ലേ. ഇപ്പം മലയാളത്തിലാണെങ്കിൽ വിപരീതപദം, പര്യായപദം, ലിംഗം, വചനം, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ധാരാളം നമ്മൾ കാണാറുണ്ട്. ഒറ്റപ്പദം എഴുതുക, ഇംഗ്ലീഷിലും 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഇഷ്ടംമാതിരി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് പഠിക്കുക എന്നുള്ളത്. അപ്പം ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് നേടാനായിട്ട് നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഈ ബുക്ക് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. അതിൻ്റെ ഇംഗ്ലീഷിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്ത് തരാൻ പറ്റുന്ന നല്ലൊരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം മാത്രമല്ല, ഇതിനകത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ട്. അതും പോരാഞ്ഞിട്ട് ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ക്ലാസ്സും ബുക്കിൻ്റെ ക്ലാസ്സും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ബുക്ക് വാങ്ങുന്നവർക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾ സാധാരണ എല്ലാം എന്താ പറയുക, എവിടെ നിന്നും നിങ്ങൾ ബുക്ക് വാങ്ങും. ബുക്ക് വാങ്ങി കുറേ നാളൊക്കെ ആദ്യത്തെ കുറച്ച് ഭാഗമൊക്കെ നോക്കും, പിന്നെ എവിടെയെങ്കിലും പൂട്ടി വെക്കും, എക്സാം എടുക്കുമ്പോൾ ഒന്നുകൂടി നോക്കും. ഇതല്ലേ രീതി. പക്ഷേ ഇതങ്ങനല്ല. ഈ ബുക്ക് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ബുക്കിൻ്റെ 1000 ക്വസ്റ്റ്യനിലൂടെയും നിങ്ങൾ കടന്നു പോകും. നിങ്ങളെ ഞാൻ കടത്തിക്കൊണ്ട് പോകും, അത് തീർച്ചയാണ്. അപ്പം ബുക്ക് വേണ്ടവർക്ക് 8086137962 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇപ്പം തന്നെ ബുക്കിന് ആവശ്യക്കാർ ഏറെയാണ്. നമുക്ക് 2000-ലധികം എൻക്വയറി 2 ദിവസം കൊണ്ട് നടന്ന ഒരു ബുക്കാണിത്. അപ്പം നിങ്ങൾ ഓർത്ത് എത്ര പേര് ആവശ്യക്കാരുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബുക്ക് വാങ്ങുന്നതിലൂടെ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ക്ലാസ്സും ഇംഗ്ലീഷിൻ്റെ ഈ ബുക്കിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സും നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്കറിയാലോ ക്ലാസ് എങ്ങനെയാണ് നമ്മൾ തരുന്നതെന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഏത് എക്സാമിനേഷൻ ആണെങ്കിലും 10 മാർക്ക് ഇംഗ്ലീഷിനുള്ള 10 മാർക്ക് ഞാൻ ഗ്യാരണ്ടിയാണ്. ഒന്നും അറിയത്തില്ല എന്ന് വിചാരിച്ചു, ഇംഗ്ലീഷ് ഒരു കുന്തം അറിയത്തില്ല, എപ്പോൾ പോയാലും ഇംഗ്ലീഷിന് നിങ്ങൾ നെഗറ്റീവ് മാർക്ക് വാങ്ങുന്ന ഒരാൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും 10ൽ 8 മാർക്ക് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം അത് പഠിപ്പിച്ചെടുത്തിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കാനും തയ്യാറാവണം കേട്ടോ. അപ്പം ഇംഗ്ലീഷിനെ കുറിച്ച് ഓർത്ത് ആരും ഭയക്കണ്ട. മലയാളം നിങ്ങൾക്ക് ഇതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു പുസ്തകം സജസ്റ്റ് ചെയ്യാം.
ഫ്രണ്ട്ലി PSCയുടെ മലയാളത്തിൻ്റെ PYQവിൻ്റെ പുസ്തകമുണ്ട്. അത് പല തവണ ഫ്രണ്ട്ലി PSCയുടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എക്സാമിനേഷനൊക്കെ ഇഷ്ടംമാതിരി ക്വസ്റ്റ്യൻസ് ഇന്ന് റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിന് വേണമെങ്കിൽ ഇത് ചെയ്യുക. ഇതിന് ഗ്രാമർ ക്ലാസ്സും ഫ്രീ ആയിട്ട് തരും. മലയാളത്തിന് വേണമെങ്കിൽ ഫ്രണ്ട്ലി PSCയുടെ പുസ്തകം വാങ്ങി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇംഗ്ലീഷും മലയാളത്തിൻ്റെയും നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ GK പാർട്ട്, അതുപോലെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇവിടെ ഈ ഓവർ കോൺഫിഡൻസ് കാരണം നിങ്ങൾ മാർക്ക് കൊണ്ട് കളയും. അത് എപ്രകാരം കളയണമെന്ന് പറയട്ടെ. ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് വായിക്കില്ല. എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് കാണുന്നതിന് മുമ്പ് നമ്മുടെ ആൻസറുമായിട്ട് അങ്ങ് തിരിക്കും. നമ്മുടെ ആൻസറുമായിട്ട് തിരിക്കുമ്പോഴായിരിക്കും ഓപ്ഷനിൽ നമ്മുടെ ആൻസർ കിടപ്പുണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻ നോക്കുകയില്ല, ആൻസർ അവിടെ ഉണ്ടല്ലോ, അതങ്ങ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? നിങ്ങൾ നെഗറ്റീവ് മാർക്ക് വീഴ്ത്തും. അപ്പോൾ ഈ ഓവർ കോൺഫിഡൻസ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ദയവ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനെ ഒന്ന് വൃത്തിയായിട്ട് വായിക്കണം. വൃത്തിയായിട്ട് വായിക്കണം എന്ന് പറഞ്ഞാൽ വായിച്ച് സമയം കളയണം എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മളെല്ലാം സ്പീഡാണ്, പക്ഷെ എന്തായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം. ആക്യുറസി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അവിടെ ഇരിക്കുന്ന സമയത്ത് ആ ടീച്ചർ അതുവഴി നടന്നു പോകുന്നുണ്ടോ, ആഹാ ഇത് കൊള്ളാലോ, ഇവരുടെ ചെരുപ്പ് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നോക്കിയിരിക്കരുത്. മുമ്പിലിരിക്കുന്നവൻ എന്താ ചെയ്യുന്നത്, സൈഡിലിരിക്കുന്നവൻ അയ്യോ അവൻ ഇത്രയും സ്പീഡിൽ എഴുതുവാണോ, ഇങ്ങനെ ഒന്നും ഓർക്കണ്ട. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങളുടെ OMR ഷീറ്റിലും ആയിരിക്കണം. നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. നന്നായിട്ട് അറിയാവുന്നത് ആദ്യം എഴുതിപ്പോകാൻ ശ്രമിക്കുക. ഇനി 50-50 ചാൻസ് അവിടെ കിടപ്പുണ്ട്. 50-50 ചാൻസ് നമുക്ക് അവസാനത്തേക്ക് ഇടാം. അതായത് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ വന്നാലും നന്നായിട്ട് പഠിച്ചിട്ട് എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് എങ്കിലും കിട്ടും. 10 മിനിറ്റ് നിങ്ങൾക്ക് അവിടെ വെറുതെ കിട്ടും. ആ വെറുതെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ 50-50 ചാൻസ് എടുക്കുക. 50-50 ചാൻസ് എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ അത്യാവശ്യം കുറേ വർഷമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് നല്ല ധാരണ കാണും. ആ 50-50 ചെയ്താലും ഇപ്പം നമ്മൾ ഒരു 8 എണ്ണം 50-50 ചാൻസ് ഇട്ടെന്നിരിക്കുക. അതിനകത്ത് എങ്ങനെ വന്നാലും ഒരു 4 എണ്ണം കിട്ടിയ അത്രയായല്ലോ. അപ്പോൾ ആ 50-50 ചാൻസ് ലാസ്റ്റ് ടൈമിൽ ചെയ്യാനായിട്ട് ഇടുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ആ OMRലേക്ക് പോകുമ്പോൾ കൈ കൊണ്ട് പോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ വേണ്ടാത്ത ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻ അവിടെ കൊണ്ടുപോയി ബബിൾ ചെയ്ത് നെഗറ്റീവ് അടിക്കുന്ന പരിപാടി നമ്മളെ കൊണ്ട് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. അതായത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PSC എക്സാമിനേഷൻ ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് വൈസ് മാത്രം പഠിക്കുക. അവിടുന്നും ഇവിടുന്നും കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സിലബസിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് സിലബസ് അനുസരിച്ച് പഠിക്കുക. സിലബസ് അനുസരിച്ച് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പഠിച്ചു തീർത്ത പാഠഭാഗങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ചെയ്തു നോക്കുക. ഇനി സാധാരണ കാണുന്ന ഒരു ട്രെൻഡുണ്ട്, എക്സാം എടുക്കുമ്പോൾ മോഡൽ പരീക്ഷ എഴുതാൻ പോകുന്നത്. എന്തിനാ പോകുന്നത്? കാരണം ഈ മോഡൽ പരീക്ഷ ഇടുന്നത് PSC ആണോ? അല്ലല്ലോ, വേറെ ആരൊക്കെയോ ഇടുന്നതാണ് മോഡൽ പരീക്ഷ. മോഡൽ പരീക്ഷ ഇടുന്നവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മാനസികാവസ്ഥയോടെ ഇടുന്നത്. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ അവർ എഴുതാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടായിരിക്കും PSC പരീക്ഷ എന്ന് ഈ കുട്ടികൾക്ക് ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇങ്ങനെ പല രീതിയിലാണ് ഈ മോഡൽ എക്സാം. ഒരിക്കലും മോഡൽ എക്സാം എഴുതണ്ട. നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യും. എൻ്റെ പിള്ളേരെ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടുന്ന് റിപ്പീറ്റ് ആയിട്ട് കിട്ടും. അല്ലാതെ ഏത് ഏരിയയാണ് PSC ഫോക്കസ് ചെയ്യുന്നതെന്നുള്ള ബോധം കിട്ടും. പ്രത്യേകിച്ച് റിനൈസൻസ് ഒക്കെ ഉണ്ടല്ലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഏതൊക്കെ റിനൈസൻസ് ലീഡേഴ്സാണ് PSC സ്ഥിരം ചോദിക്കുന്നത്. നിങ്ങൾ പറയാറില്ലേ എൻ്റെ ക്ലാസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മിസ് പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ അവിടുന്ന് വന്നു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഞാൻ PSC നേരത്തെ പോയിട്ട് അന്വേഷിക്കുന്നതുകൊണ്ടല്ല, ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ അവർ ഇടുന്നത് കൊണ്ടാണോ? അല്ല, ഞാൻ ഇങ്ങനെ അനലൈസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമേ എനിക്ക് കിട്ടുന്ന ഒരു കഴിവാത്. മനസ്സിലായോ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇപ്പം നമ്മൾ ഈ 28-നാണ് 10th ലെവൽ പ്രിലിമിനറി വരുന്നത്. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ 2025 വരും. അപ്പം നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ 2024 നടന്ന കുറേ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെറുതും വലുതുമായിട്ടുള്ള പല എക്സാമിനേഷനും നടന്നിട്ടുണ്ട്. 10th ക്വാളിഫിക്കേഷൻ ഉള്ളതടക്കം +2 ക്വാളിഫിക്കേഷനുകളുണ്ട്, ഡിഗ്രി ക്വാളിഫിക്കേഷനുണ്ട്. അപ്പോൾ ഏത് എക്സാമാണോ എഴുതാൻ പോകുന്നത് ആ എക്സാമിൻ്റെ നിലവാരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് മാക്സിമം ചെയ്യുക. ചുമ്മാ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ പുറകെ പോയി സമയം കളയാതിരിക്കുക. ഇപ്പം നമ്മുടെ ആപ്പിലൊക്കെ ക്ലാസ് എടുത്ത് വന്നിട്ട് പിള്ളേർ ചോദിക്കും മോഡൽ എക്സാം ഉണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്കിത് കേൾക്കുന്നതേ ഇഷ്ടമല്ല. കാരണം എനിക്കിവരെ ഇത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിത് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അവരത് അതേ രീതിയിൽ എടുക്കാറില്ല. പിടികിട്ടിയോ? അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്നല്ല, ഡു മാക്സിമം
എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മോർ ആൻഡ് മോർ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡ്. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ കിട്ടുന്ന വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയാവോ? ചില ക്വസ്റ്റ്യൻസ് PSC ക്യാൻസൽ ചെയ്യും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതേപോലത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്കറിയാം PSC അന്ന് അത് ക്യാൻസൽ ചെയ്തതാണ്, ഇവിടെയും ഇത് ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അന്ന് ക്യാൻസൽ ചെയ്തപ്പോൾ PSCയുടേതായിട്ടുള്ള ആൻസർ വേറൊന്നാണ് പറഞ്ഞത്, അപ്പോൾ ആ ആൻസർ ആയിരിക്കും ഇവിടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഒരിക്കലും നിങ്ങൾ മിസ്ഗൈഡ് ചെയ്യപ്പെട്ടു പോകത്തില്ല. മിസ്ഗൈഡ് നമുക്ക് പല രീതിയിൽ നമുക്ക് മിസ്ഗൈഡൻസ് ഒക്കെ വരും. ആ പ്രലോഭനങ്ങളിലൊന്നും വീഴാതിരിക്കുക. കറക്റ്റ് ആയിട്ടുള്ള വേയിലൂടെ പോയി കഴിഞ്ഞ് വിജയം നിങ്ങൾക്ക് വരും. ഇപ്പം ഇതിനകത്ത് തന്നെ കുറേ പേര് കുറേ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നവരുണ്ടായിരിക്കും അല്ലേ? കിട്ടാത്ത ഒത്തിരി പേര് കാണും. എനിക്ക് തന്നെ കമൻറ്റ് വരാറുണ്ട്, മിസ്സെ ആദ്യം മിസ്സിനെയാണ് ഫോളോ ചെയ്തത്, പിന്നെ ഇവിടുന്ന് പോയതാ, ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റ് ചെയ്യാൻ കാണാറുണ്ട്. അപ്പോൾ എവിടെയോ ഏതോ ഒരു സമയത്ത് മിസ്ഗൈഡ് ചെയ്യപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഏതോ ഒരു പ്രലോഭനത്തിൽ വീണു. ഇനിയെങ്കിലും പ്രലോഭനങ്ങളിൽ വീഴാതെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കൂ. എന്നിട്ട് നിങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രലോഭനങ്ങളാണോ നിങ്ങൾക്ക് തന്നെ എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു വേയിലൂടെ ഇന്ന് തൊട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് പ്രിപ്പറേഷൻ ആരംഭിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എക്സാം എഴുതി കഴിഞ്ഞാൽ ഉടനെ അടുത്ത ചോദ്യമാണ്, അതെ മിസ്സേ അവിടുത്തെ അതിന് കട്ട് ഓഫ് എത്രയായിരിക്കും? കട്ട് ഓഫ് നിശ്ചയിക്കുന്ന ഞാനാണോ? സിംപിളി ഒന്ന് ചിന്തിച്ച് നോക്കിയേ, കോമൺ സെൻസ് ചിന്തിച്ച് നോക്കിയേ. കട്ട് ഓഫ് നിശ്ചയിക്കുന്ന ഞാനാണോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരാണോ? ആരാ കട്ട് ഓഫ് തീരുമാനിക്കുന്നത്? അത് PSC തീരുമാനിക്കുന്നത്. ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് PSC തീരുമാനിക്കുന്നത് എത്ര വേക്കൻസി ഉണ്ടോ അതിന് ആനുപാതികമായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും സർവീസിലേക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ ലിസ്റ്റിൽ ഇടേണ്ടത്. അപ്പോൾ അതിന് PSCക്ക് PSCയുടേതായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അതനുസരിച്ചായിരിക്കും കട്ട് ഓഫ് ഒന്ന് തീരുമാനിക്കുന്നത്. പിന്നെ എക്സാമിൻ്റെ ഒരു സ്വഭാവമുണ്ട്. എക്സാം ലൈറ്റ് ആണോ, അത് ഇച്ചിരി ടഫായിരുന്നോ, അങ്ങനെയുള്ള പല നോംസും, ഇത് മാത്രമല്ല പല പല നോംസും ഉണ്ട്. അതെല്ലാം അനുസരിച്ചിട്ടായിരിക്കും PSC അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത്. അല്ലാതെ കണ്ണി കണ്ടവരോടൊക്കെ നമുക്ക് അങ്ങനെ അഭിപ്രായം ചോദിക്കേണ്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ ക്ലാസ് കാണുന്നവർ ഇനിയെങ്കിലും നിങ്ങളുടെ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, ഞാനല്ല തീരുമാനിക്കുന്നത്, PSC ആണ് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കോമൺ സെൻസിനെ ഉണർത്തി വയ്ക്കുക കേട്ടോ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിച്ച് പോകരുത്. അപ്പോൾ ടെൻഷൻ അടിച്ച് പോകരുതെങ്കിൽ എന്ത് ചെയ്യണം? സിലബസ് കൃത്യമായിട്ട് പഠിക്കണം. സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പോയ ഒരാൾക്ക് ഒരിക്കലും ടെൻഷൻ വരില്ല. എങ്ങനെ വന്നാലും ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു ആശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും അല്ലേ? ഒന്നും പഠിക്കാതെ പോകും, ഒരു ജോലി വേണം താനും, എന്നിട്ട് ചുമ്മാ ടെൻഷൻ അടിച്ച് എന്തിനാ ഇതിൻ്റെ ആവശ്യം? നമുക്കതിൻ്റെ ആവശ്യമില്ലെന്നേ. നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ക്ലാസ് നെക്സ്റ്റ് ഡേയിൽ 7 PM ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ആവശ്യമാണ്, എക്സാമിന് മുമ്പ് ആവശ്യമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക. ഇംഗ്ലീഷിൻ്റെ ബുക്ക് വേണ്ടവർ 8086137962 എന്ന് പറഞ്ഞ വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. കോൾ ചെയ്യേണ്ട, വാട്സാപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നമുക്ക് 2000-ലധികം എൻക്വയറി ആയിട്ടുണ്ട്. ബുക്ക് ആവശ്യക്കാർ നേരത്തെ വാങ്ങി വെക്കുക. ജനുവരി 1 മുതൽ ഞാൻ ഇതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കും. യൂട്യൂബിലെന്ന് പറഞ്ഞാൽ യൂട്യൂബിലല്ല, ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മൾ സ്പെഷ്യൽ ക്ലാസ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആകെ നിങ്ങൾക്ക് 280 രൂപ അടച്ചു കഴിഞ്ഞാൽ എവിടെ കിട്ടും? ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിൻ്റെ ക്ലാസ് കിട്ടുമോ? അതിന് ഇല്ല. ഒരു ബുക്ക് ഫുള്ള് ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിൻ്റെ ക്ലാസ് ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനും ആണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾ പിന്നെ പുലികളാണ്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്, ഗ്യാരൻറ്റീഡാണ്. ഓക്കെ, അപ്പോൾ വേണ്ടവർ ബുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. ബുക്ക് ആവശ്യക്കാർ 8086137962 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി നാളെ മോർണിംഗ് ഉണ്ടല്ലേ, മോർണിംഗ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.